രാജീവ് ചന്ദ്രശേഖരന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിക്കിടെ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ കഴിഞ്ഞ യോഗങ്ങളിൽ വിലക്കിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് മുൻ അധ്യക്ഷന്മാരെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം. രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ പുകയുന്നു. ഇതിനിടയിലാണ് കോർ കമ്മിറ്റി യോഗം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, തീർച്ചയായും ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം അതുപോലെ ജില്ലാ ഭാരവാഹികളുടെ അടക്കം പുനഃസംഘടന അടുത്ത ആഴ്ചയോടുകൂടി നടക്കാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയാണ് ഇപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗം നടക്കുന്നത്. എന്നാൽ ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് യോഗത്തിലെ കാര്യങ്ങൾ പോവുക എന്നത് പ്രധാനമായും ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തൃശ്ശൂരിൽ നടന്ന നേതൃയോഗത്തിൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളായ, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനം മറ്റ് നേതാക്കളെല്ലാം തന്നെ ഉയർത്തി. പ്രധാനമായും സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ കടുത്ത എതിർപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഈ ഒരു നിലപാട് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം, അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി ഇല്ല എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു നീക്കമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. മാത്രമല്ല, ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലുള്ള അമാന്തം, ഇതടക്കമുള്ള വിമർശനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഭിന്നത കൂടി രൂക്ഷമാകുന്നത്. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ആ തരത്തിൽ ഭിന്നത പ്രതിഫലിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാകും ഉണ്ടാവുക? എന്തൊക്കെയാണ് അറിയാനാകുന്ന വിവരങ്ങൾ? കമലേഷ് തെക്കേക്കാട്. ജിംഷാദ്, ഏറ്റവും പ്രധാനമായത് ഈ നടപടി, അതായത് പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്ന ഒരു വിമർശനമാണ് നേതാക്കളിൽ ഒരു വിഭാഗം പൊതുവെ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ള യോഗം ചേരൽ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റ് അടക്കം, അതിലേക്കടക്കം ആളുകളെ എത്തിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്റെ കീഴിൽ വരുന്ന ആളുകളെ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് പ്രധാനമായും ഉയരുന്നൊരു വിമർശനം. അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നേതാക്കളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ, ഈ കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ അന്ന് ഒഴിവാക്കപ്പെട്ട രണ്ട് നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും. എന്നാൽ സി കെ പത്മനാഭൻ അതുപോലെ തന്നെ കെ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ തീരുമാനിക്കുന്നത്, അതായത് പുനഃസംഘടന സംബന്ധിച്ച വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ഇക്കാര്യത്തിൽ വലിയൊരു തർക്കം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. അതിനെതിരെയും വലിയ വിമർശനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. ജിംഷാദ്.